ഹലോ ഗൈസ്, അപ്പോൾ ഇതുപോലെ നല്ല തെളിഞ്ഞ വെള്ളം ഫിൽറ്ററോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് ഗ്രാവല്, പിന്നെ ഓടുംപൊട്ട്, പിന്നെ ഒരു ബക്കറ്റ്, പിന്നെ ഒരു വലയാണ്. പിന്നെ നമ്മൾ ഈ വലയിൽ നമ്മൾ ഈ ഓടുംപൊട്ട് പൊട്ടിച്ചെടുത്തത് നമ്മൾ ഇതുപോലൊരു ഒരു കവറ് പോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ കല്ലും ആക്കി എടുക്കണം. ഇത് നമ്മുടെ ഫിൽട്രേഷൻ ഈസി ആക്കാൻ കാരണമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും ഇത് രണ്ട് മടക്കാക്കരുത്. അപ്പോൾ ഫിൽട്രേഷൻ സ്ലോ ആയിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് നല്ല ഒതുക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരു ഭാഗം പൊങ്ങിയിട്ട് ഒരു ഭാഗം താന്നിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല ഒതുക്കി വെക്കാൻ ശ്രമിക്കണേ. പിന്നെ ഇത് ഇതിനകത്ത് പിന്നെ നമ്മൾ മേലെ ലെയർ ഇടുന്നുണ്ട്. അതിന് പിന്നെ മേലെ ലെയർ ഇതിടുന്നുണ്ട്, ഗ്രാവല്. അപ്പോൾ ഇതെടുത്ത് ആദ്യം എടുത്ത് ഇവിടെ വെക്കണം. ഓക്കെ, എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഗ്രാവലെടുത്ത് ഇനി അതിലേക്ക് ഇടണം. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് പരത്തണം. അപ്പോൾ പരത്തുകയാണ്. അപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പരന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി ഈ കല്ലൊക്കെ എടുത്ത് സെറ്റാക്കി ഒന്ന് വെക്കണം. അതിപ്പോൾ നമുക്കിങ്ങനെ പഴയ വെട്ടുകല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് തല്ലിപ്പൊട്ടിച്ചെടുത്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ പാടത്തൊക്കെ ഇങ്ങനെ ഒലിച്ചു വന്ന കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും, അതെടുത്ത് വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കല്ലിങ്ങനെ അടുക്കി വെച്ചാൽ മതി. പിന്നെ പൊട്ടി പോവാത്ത കല്ല് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ കല്ലൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് സപ്പോർട്ടിംഗ് ഒക്കെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളവിയിട്ട് മീനിൻ്റെ മേത്തൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ കല്ലും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ. പിന്നെ പൈപ്പ് കുത്തണം. ഇതിലേക്ക് ഇനി വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിക്കണം. ഞാൻ കുറേ ടൈം എടുത്ത് ചെയ്തതാണ്. അങ്ങനെ പൈപ്പ് എടുത്തു. പൈപ്പ് ഓക്കെ, സെറ്റ്. ഇനി ഇതിലേക്ക് ഇനി കലങ്ങാതെ വെള്ളം ഒഴിക്കണം. ഫസ്റ്റ് ഞാൻ കൈയൊക്കെ വെച്ചിട്ട് ഒന്നാക്കാമെന്ന് കരുതി, പക്ഷേ ഇനി കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ആ പരീക്ഷണം അവിടെ വെച്ച് നിർത്തി. പിന്നെ ഇതിൻ്റെ ഫിൽട്രേഷൻ സംഭവം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഫിൽട്രേഷൻ വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഉപയോഗിച്ചേക്കുന്ന ഈ വലയില്ലേ, വലയിൽ നമുക്കിത് എടുക്കാൻ എളുപ്പത്തിനാണ്. കണ്ടോ, ഈ ടാങ്കിൽ ഞാൻ ആ സെയിം സിസ്റ്റം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പകുതി, ഒരു കാൽ ഭാഗം മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഗ്രാവലും കാര്യങ്ങളൊക്കെ വേണ്ടൂ. അപ്പോൾ അത്ര നിറച്ചതിന് ശേഷം ഈ ഒരു നെറ്റിലായിട്ട് നമ്മൾ ഇതുപോലെ പൊതിയാക്കി വെക്കണം. പൊതിയാക്കി വെച്ചതിന് ശേഷം ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ വല. ഈ വലയിൽ കൂടി ഈ ഫിഷിൻ്റെ വേസ്റ്റും മറ്റേ അമോണിയ കണ്ടൻറ്റും എല്ലാം കൂടി ഈ കല്ലും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. കൂടുതലും വലിച്ചെടുക്കുന്നത് നമ്മുടെ സ്വന്തം ഓടുംപൊട്ടാണ്. അപ്പോൾ അത് ഫിൽട്രേഷനും ഉപകാരപ്പെടും, അമോണിയ ഓവർ ഫീഡിങ്ങിൻ്റെ ഉപകാരപ്പെടും. അപ്പോൾ പരമാവധി മീനുകളൊക്കെ കീപ്പ് ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളം നിറഞ്ഞു വരുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ അകത്ത് സ്നെയിലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ ഇവരെ പിടിക്കാനാണ് ഇച്ചിരി പാട്. ഇവരെ ഏതെങ്കിലുമൊക്കെ മൂലൊക്കെ ആവും. പിന്നെ നമ്മൾ വാരുമ്പോൾ അതിനകത്ത് കുറേ കല്ലും ഇതൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നൊക്കെ ഒറ്റ മിനിറ്റ്. ഓക്കെ, കിട്ടി. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 4th ബാച്ച് എങ്ങാണ്ടാണ്. ഫസ്റ്റ് ബാച്ച് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ മീനിനെ വളർത്തുന്നവരാണെങ്കിൽ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.